അഭിമാനത്തിന്റെ കൊടുമുടി കയറി പട്ടാമ്പിക്കാരിയായ കൊച്ചു പെൺകുട്ടി. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ കേരളത്തിലെ ആദ്യത്തെയും രാജ്യത്തെ രണ്ടാമത്തെയും പെൺകുട്ടി എന്ന ബഹുമതിക്ക് ഉടമയായി മാറിയിരിക്കുകയാണ് അനയ രഞ്ജിത്ത്. കൈത്തല്ലി സ്ട്രീറ്റിലെ 7 വയസ്സുകാരി അനയ രഞ്ജിത്താണ് അച്ഛനൊപ്പം എവറസ്റ്റ് കയറി അഭിമാന നേട്ടം കൈവരിച്ചത്. മരം കോച്ചുന്ന തണുപ്പും മരണം പതിയിരിക്കുന്ന വഴികളും പ്രതിസന്ധികളെ പ്രതിരോധിച്ച് ദിവസങ്ങളോളമുള്ള യാത്ര. അച്ഛന്റെ സാഹസിക സ്വപ്നങ്ങൾക്ക് കൂട്ടായി മകളും കൂടിയപ്പോൾ നേടിയത് അഭിമാന നേട്ടം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയതോടെ കേരളത്തിലെ ആദ്യ പെൺകുട്ടിയും രാജ്യത്തെ രണ്ടാമത്തെ പെൺകുട്ടിയുമെന്ന ബഹുമതിക്ക് ഉടമയായി മാറി പട്ടാമ്പിക്കാരിയായ അനയ രഞ്ജിത്ത്. 7 വയസ്സിലും താഴെ പ്രായമുള്ള കുട്ടികൾ അച്ഛനമ്മമാരുടെ തോളിലിരുന്ന് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിലും സമുദ്രനിരപ്പിൽ നിന്ന് 17,596 അടി ട്രക്ക് ചെയ്തെത്തിയ കുട്ടിയെന്ന അവിശ്വസനീയമായ നേട്ടത്തിന് അർഹത നേടിയത് അനയയാണ്. 8 ദിവസമെടുത്തു ലക്ഷ്യസ്ഥാനത്തെത്താൻ. പല നാട്ടുകാർ, പല ഭാഷക്കാർ എല്ലാവരെയും ഒരൊറ്റ യാത്രയിലൂടെ അടുപ്പക്കാരാക്കി. കുഞ്ഞു കാലടികൾ വെച്ച് ദുഷ്കരമായിരുന്നു യാത്രയെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങളുമായാണ് അനയ അച്ഛനൊപ്പം മടങ്ങിയത്. അച്ഛൻ പോയപ്പോ അച്ഛൻ എപ്പോഴും എന്നോട് പറയായിരുന്നു എങ്ങനെയായിരുന്നു അത്, നല്ല രസമുണ്ടായിരുന്നു, അവിടെ പ്രെയർ വീൽസ് ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ കാണണം എന്ന് തോന്നിയപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഫാമിലി ആയിട്ട് പോവാം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ടീവായിരുന്നു, അമ്മ സപ്പോർട്ടീവായിരുന്നു. ഒരു തവണ അരിയും പയറും ചേർന്ന നേപ്പാളിലെ പ്രധാന വിഭവമായ ദാൽബട്ട് കഴിച്ചിട്ടോ മറ്റോ അനയയ്ക്ക് ഗ്യാസ് പ്രശ്നവും വയറുവേദനയുമെല്ലാം വന്നു. ഛർദ്ദിക്കാനും തുടങ്ങി. അച്ഛനെടുത്ത് മുകളിലെത്തിക്കാമെന്ന് ആവശ്യപ്പെട്ടിട്ടും താൻ സമ്മതിച്ചില്ലെന്ന് അനയ. അത് ചീറ്റിംഗ് അല്ലേ, നടന്നു തന്നെ പോകണം, പ്രോപ്പർ ഹൈക്ക് വേണം, കുതിരപ്പുറത്തും ഞാൻ കയറില്ല എന്ന അനയുടെ വാശി ഇന്ന് എത്തി നിൽക്കുന്നത് ലോക പ്രശസ്തരുടെ ഇടയിലാണ്. കൂടെ പട്ടാമ്പിയുടെ പേരും. ദുബായ് ഔറോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പട്ടാമ്പി മുതുതല അടാട്ട് വീട്ടിൽ രഞ്ജിത്തിന്റെയും പട്ടാമ്പി ചെറുപുഷ്പത്തിൽ രാഖി പ്രസാദിന്റെയും ഏക മകളാണ് 7 വയസ്സുകാരിയായ അനയ. NCV ന്യൂസ് തൃത്താല.